പുഴയിൽ വെള്ളപ്പൊക്ക ദുരിതം തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങൾ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാണ്. പമ്പ, അശ്വൻകോവിൽ ആറുകളിൽ ജലനിരപ്പിൽ മാറ്റമില്ല. ചെങ്ങന്നൂർ താലൂക്കിലും കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിലുമാണ് പ്രളയക്കെടുതി ഏറ്റവും രൂക്ഷമായത്. അതേസമയം തീരദേശ മേഖലകളിൽ കടലാക്രമണത്തിന് ശമനം വന്നത് ആശ്വാസകരമാണ്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുധീഷ് ഗോപാലാണ് ചേരുന്നത്. സുധീഷ്, ഈ ആറന്മുള, ചെങ്ങന്നൂര് അങ്ങനെ ആ പ്രദേശങ്ങളിൽ വലിയ വെള്ളപ്പൊക്കവും ദുരിതവും ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതിൻ്റെ അടുത്ത സ്റ്റേജ് അനുഭവിക്കുന്നത് സ്വാഭാവികമായും ഈ കുട്ടനാട് പോലെയുള്ള സ്ഥലങ്ങളാണ്. കാരണം അവിടുത്തെ പ്രളയജലം ഒഴുകി പിന്നീട് കുട്ടനാട്ടിലേക്കാണല്ലോ വരുന്നത്, പമ്പയിലെ ഉൾപ്പെടെ. അപ്പം സ്വാഭാവികമായിട്ടും ഈ ദിവസങ്ങൾ കുട്ടനാടിനെ സംബന്ധിച്ച് നിർണായകമാണ്. അവിടെ വലിയ പ്രളയഭീതിയിലാണോ സാഹചര്യം? ഒപ്പം ഈ തീരദേശത്തെ പശ്ചാത്തലം എന്താണ് സുധീഷ്? ഗൗതം, ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ ആറന്മുള, ചെങ്ങന്നൂർ പോലെയുള്ള ഭാഗങ്ങളിലെല്ലാം വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിയണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തോട്ടപ്പള്ളി സ്പിൽവേയിലാണ്. ഈ തോട്ടപ്പള്ളി സ്പിൽവേ വഴി അറബിക്കടലിലേക്കുള്ള ഒഴുക്ക് സുഗമമായെങ്കിൽ മാത്രമേ ഇവിടുന്ന് ഈ കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് അത് പൂർണ്ണമായും ഒഴുകി മാറുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ കാണാം ഈ വേസ്റ്റ് നടപ്പാത നിർമ്മിച്ചിട്ടുണ്ട്. ആ നടപ്പാതയിൽ വന്ന് ഈ വേസ്റ്റ് എല്ലാം അടിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അത് കൊത്തിവിടുന്നതിനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒഴുക്ക് നിലച്ചത് കാരണം കിഴക്കൻ വെള്ളം കൃത്യമായി അറബിക്കടലിലേക്ക് ഒഴുകി മാറുന്നില്ല എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇത് സ്പിൽവേയുടെ രണ്ട് സൈഡിലുമുണ്ട് ഇത്തരത്തിൽ വേസ്റ്റ് അടിഞ്ഞുകൂടിയുള്ള പ്രശ്നം. അതുപോലെ തന്നെ ഈ സ്പിൽവേ തുറന്നിട്ടുള്ളത് 180 മീറ്ററാണ്. കുറച്ച് ഭാഗം കൂടി തുറന്നാൽ കൂടുതൽ സുഗമമായി കിഴക്കൻ വെള്ളം ഒഴുകി മാറും. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ കുട്ടനാട് MLA ഉദ്യോഗസ്ഥർക്കോടെല്ലാം നിർദ്ദേശം നൽകിയിട്ടും അത് പാലിക്കപ്പെട്ടില്ല എന്നുള്ള ഒരു പരാതിയാണ് കുട്ടനാട് MLA മുന്നോട്ട് വെക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിൽ ഏതാണ്ട് 70% വീടുകളിലും വെള്ളം കയറിയ അവസ്ഥയാണുള്ളത്. ഇപ്പോഴും വെള്ളത്തിന്റെ വരവ് അല്പം വർദ്ധിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രീതിയിൽ വലിയ പ്രതിസന്ധി നിൽക്കുമ്പോൾ ചെങ്ങന്നൂർ ഭാഗത്തും ഇപ്പോഴും പാണ്ടനാട്, തിരുവമ്പണ്ടൂർ വലിയ പ്രതിസന്ധി നിൽക്കുമ്പോൾ ചെങ്ങന്നൂർ ഭാഗത്തും ഇപ്പോഴും പാണ്ടനാട്, തിരുവമ്പണ്ടൂർ, ഇടനാട് അടക്കമുള്ള ഭാഗങ്ങളിൽ വലിയ പ്രളയ ദുരിതം നിലനിൽക്കുന്നു. വെൺമണി, ചെറിയനാട് ഭാഗത്തും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടായിരിക്കുന്നു. ഈ രീതിയിൽ കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. 77 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ആലപ്പുഴ ജില്ലയിൽ തുറന്നിട്ടുള്ളത്. അവിടെ ഏതാണ്ട് 8000-ലധികം പേർ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ അഭയം പ്രാപിച്ചിട്ടുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. ഇന്ന് കടൽ പ്രക്ഷുബ്ധമല്ലാത്തത് ഏറെ ആശ്വാസകരമാണ്. കാരണം ഈ വെള്ളം ഒഴുകി വരുമ്പോൾ കടൽ കൂടി പ്രക്ഷുബ്ധമാണെങ്കിൽ കൂടുതൽ അത് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത്തരമൊരു പ്രതിസന്ധി നീങ്ങിയിട്ടുണ്ട്. ഇപ്പം കുട്ടനാട് MLAയോടുകൂടി നമുക്ക് ഒന്ന് ചോദിക്കാം, ഈ പ്രതിസന്ധികൾക്ക് ഏത് രീതിയിൽ ഒരു പരിഹാരം കാണാനാവും? ഇപ്പോൾ വിവിധ വകുപ്പിലെ ഇതുമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ അടക്കമുള്ള വകുപ്പിലെ ഉദ്യോഗസ്ഥരോടടക്കം, ജില്ലാ കളക്ടറോടടക്കം ഈ വേസ്റ്റുകൾ മാറ്റിയും തോട്ടപ്പള്ളി സ്പിൽവേ വഴിയുള്ള ജലനിർഗമനം അത് സുഗമമാക്കാനുമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അത് പ്രാവർത്തികമാകുന്നില്ല എന്നൊരു സാഹചര്യം തന്നെയാണ്. ഇപ്പോഴും ഈ വേസ്റ്റ് മാറ്റുന്നതിനുള്ള നടപടികൾ ഏത് രീതിയിലാണ് ഇനി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഇല്ല, അതിപ്പം തന്നെ NHAയുടെ ആൾക്കാരെ വിളിച്ചു പറഞ്ഞു. അതിനൊരു പരിഹാരം തന്നെയാണ്. കാരണം അത് അല്ലാതെ വന്നിട്ട് ഒരു എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച കാര്യമില്ല. ആ ഒരു സ്പാൻ കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. ആ സ്പാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പോയിക്കോളും, ഒന്നും ഇവിടെ കിടക്കത്തില്ല. കാരണം അപ്പുറത്ത് വരുന്നതും ഈ തള്ളി നിൽക്കുന്നതും എല്ലാം പോകും. അത് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം വരും. വന്നുകൊണ്ടിരിക്കുന്ന അതിലും ഈ തള്ളി നിൽക്കുന്നതും എല്ലാം പോകും. അത് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം വരും. വന്നുകൊണ്ടിരിക്കുന്ന അതിന് എഞ്ചിനീയർ പറഞ്ഞത്. കുട്ടനാട്ടിലെ ഒരു അവസ്ഥ അല്ല, അത് കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം വെള്ളം വന്നുകൊണ്ടിരിക്കും. കിഴക്കൻ വെള്ളമല്ലേ, അത് വന്നുകൊണ്ടിരിക്കും. അത് ഈ പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടെ പോകണം. ഈ ഒരു സൗകര്യം എല്ലാം ഉണ്ടാക്കുമ്പോൾ അത് പൊയ്ക്കോളും. എന്തായാലും അവിടെ വെള്ളം ഏറ്റമാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കിപ്പം പ്രതിസന്ധി എന്ന് പറയുന്നത് കൃഷിക്കാരുടെയാണ്. അവരുടെ മട പൊട്ടും എന്നുള്ളൊരു പേടിയിൽ അവർ 4 വശവും മണ്ണ് വെച്ച് തിട്ട പിടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം എത്രയും പെട്ടെന്നൊന്ന് ഒഴുകി കിട്ടിയാൽ അവർക്ക് വളരെ ഒരു അതാണ്. കാരണം അവരുടെ കൃഷിയാണ്, അറിയാമല്ലോ. അപ്പോൾ അത് നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ രാവിലെ ഇവിടെ എത്തിയതും ഈ ഒരു ഇതിലോട്ട് ഇത് തുറന്നേ പറ്റുമെന്ന് പറഞ്ഞത്. അതുതന്നെയാണ്, കൃഷിക്കാർ വലിയ പ്രതിസന്ധിയിലാണ്. നിരവധി പാടശേഖരങ്ങളിൽ ഇതിനോടകം മട വീണു. സുധീഷ്, വ്യക്തമാണ്. എന്തായാലും കുട്ടനാട്ടിലെ സാഹചര്യം അങ്ങേയറ്റം ദുരിതപൂർണമാണ്. തോട്ടപ്പള്ളി സ്പിൽവേയിലും മറ്റും വെള്ളമൊഴുക്ക് കൃത്യമായിട്ട് നടക്കുന്നില്ല. ഈ പ്രതിസന്ധിയുടെ വിഷയങ്ങൾ അങ്ങ് ആലപ്പുഴ ജില്ലയുടെ മറ്റു ഭാഗങ്ങൾ, ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടിന് കാരണമാകുന്നു എന്നാണ് സുധീഷ് ഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കുട്ടനാട്ടിലെയും ആലപ്പുഴ ജില്ലയിലെയും സാഹചര്യമാണ് സുധീഷ് നൽകിയത്. നേരെ